നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവളുടെ യഥാർത്ഥ കാമുകൻ മറ്റൊരാളായിരുന്നു. കടപ്പുറത്തെ കണ്ടുള്ള ഒരു വായ നോക്കി ചെക്കൻ ഷാനു. ഒരാണും പെണ്ണും തമ്മിലുള്ള അടുപ്പം. അവരൊരുമിച്ച് കടലിൽ മീൻ പിടിക്കാൻ വരെ പോയിട്ടുണ്ട്. പൂജ പ്രഗ്നന്റാ. ഓ, നിനക്കിതൊന്നും ഒരു വിഷയമല്ലല്ലോ. സുഖിച്ച് ഇവിടെ വന്നങ്ങ് ഇരുന്നാ മതിയല്ലോ. ചോദിച്ചാ പറയും തിരക്കോട് തിരക്കാണെന്ന്. അനുഭവിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഇപ്പൊ പകലും തുടങ്ങിയല്ലേ എന്ത് ഈ നശിച്ച മദ്യപാനം? ഓ, പിന്നെ പിടിച്ചു കണ്ടേ. എന്റെ സങ്കടങ്ങൾ എനിക്കൊന്നും മറക്കണ്ടേ. നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് സങ്കടങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ നിങ്ങളെ പോലെ കുടിച്ച് കൂത്താടുന്നില്ലല്ലോ. നിന്നെ പോലെയാണോ ഞാൻ? ഞാനൊരാണല്ലേ. ആണിനെന്താ വേറെ ഹൃദയമാണോ ഉള്ളത്? അതോ ആണും പെണ്ണും രണ്ട് ജീവികളാണോ? ആണിനുള്ള അതേ വിചാരങ്ങളും വികാരങ്ങളും ആ പെണ്ണിനും. പിന്നെ പെണ്ണിന് ആണിനില്ലാത്ത കുറച്ച് വിവേകമുണ്ട്. ചുറ്റുപാടുകളെ കുറിച്ചൊരു ബോധ്യമുണ്ട്. പെണ്ണിന്റെ ആ തിരിച്ചറിവേ ആണുങ്ങൾ നന്നായി മുതലെടുക്കുന്നുണ്ട്. ഇപ്പൊ ശ്രീനി ഈ കാണിച്ചതുപോലെ സങ്കടം മറക്കാൻ കുടിച്ചു ബോധം കെട്ട് കിടക്കുകയും സ്വന്തം പിടിപ്പുകേട് മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ ഭാര്യയെ തല്ലുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നതല്ല ശ്രീനി ആണത്തം. നട്ടല് നിവർത്തി നിന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതാ. നീയുണ്ടല്ലോ ഇവിടെ. ഞാനറിയാതെ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നീ ഇവിടെ ഉണ്ടല്ലോ. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. അത് ശരി. അപ്പൊ ഞാനാണോ പറയാത്തെ? നീയല്ലേ ആ തള്ളയോടെ വിളിച്ചു വരുത്തി ഞാൻ അറിയാത്ത കുറെ സ്വപ്നങ്ങൾ കണ്ടത്? ഓ, അതാണോ കാര്യം? അതെന്താ കാര്യല്ലേ? ശ്രീനി ഇപ്പൊ എന്തിനാ കള്ളു കുടിച്ചത്? പറഞ്ഞില്ലേ, എന്റെ സങ്കടങ്ങൾ മറക്കാൻ. ആണല്ലോ. എങ്കിൽ ഞാൻ അവരോട് സംസാരിച്ചതും അതിനു വേണ്ടി തന്നെയാ. കള്ളു കുടിച്ചാൽ മാത്രമല്ല സങ്കടങ്ങൾ മാറുന്നത്. മനസ്സനുവദിക്കുന്ന രീതിയിൽ അതിന് വേറെയും മാർഗങ്ങളുണ്ട്. ഞാനും ആദിയുടെ മുത്തശ്ശിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാ. ഓ, അങ്ങനെ എന്നാ നീ ഒന്നുകൂടെ അറിഞ്ഞോ, ഈ കള്ളു കുടിച്ചുകൊണ്ട് മാത്രം തീരുന്നതല്ല എന്റെ സങ്കടങ്ങൾ. അത് തീരണമെങ്കിൽ അവളെ കൊല്ലണം. അത് തീരണമെങ്കിൽ അവളെ കൊല്ലണം. ഞാനായിട്ട് ഭൂമിക്ക് സമ്മാനിച്ച ബാധ്യത ഇല്ലാതാക്കണം. ഈ ഭൂമിയിൽ ജീവിക്കാൻ അവക്ക് ഒരു യോഗ്യതയില്ല. ശ്രീനി, ശ്രീനി എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്ത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യും. ഞാനത് പ്രവർത്തിക്കുകയും ചെയ്യും. എനിക്ക് വേണ്ടിയല്ല ഞാനിതൊന്നും ചെയ്യുന്നത്. മരിച്ചു മണ്ണടിഞ്ഞ് എന്റെ പൂർവ്വപിതാക്കന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്. ഗതി പിടിക്കാതെ അവരുടെ ആത്മാവ് ഈ ഭൂമുഖത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് ചെയ്തേ പറ്റൂ. എനിക്കത് ചെയ്തേ പറ്റൂ. ചെയ്തേ പറ്റൂ. എത്രയും പെട്ടെന്ന് എനിക്കവളെ കണ്ടെത്തി കൊല്ലണം.
എന്താ ഡോക്ടർ? ഏയ് ഒന്നുമില്ല. പിന്നെ ഡോക്ടർ എന്താ വിയർക്കുന്നേ? അത് പിന്നെ ഭയങ്കര ചൂടല്ലേ. ഈ കോട ഇറങ്ങുന്ന നേരത്തോ? കൃഷ്ണപ്രഭ, ആ ടെമ്പറേച്ചർ നോക്കിയേ. ആരുടെയാ? ഡോക്ടറുടെ ആണോ? നീ എന്താ കളിക്കുവാ? മര്യാദയ്ക്ക് പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോക്ക്. ഓ സോറി ഡോക്ടർ. ഡോക്ടർ. BP നോക്കിയിട്ട് ആ വെയിറ്റ് കൂടി ചെക്ക് ചെയ്തേക്ക്. ശരി. കുട്ടിക്ക് അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടല്ലോ? എന്നാ ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മുതലാളിമാരൊന്നു വന്നേ. എന്നാ വല്ല കുഴപ്പമുണ്ടോ? വാ പറയാം. വാ വാ വന്നേ. എന്നതാ സോറി, എന്നതാ ഡോക്ടറെ? മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ. ആ പെണ്ണ് അബോഷനായിട്ടില്ല. അയ്യോ, ഡോക്ടർ കാര്യം പറ. ഞാൻ വിശദമായി പരിശോധിച്ചു. അവളുടെ പ്രഗ്നൻസിക്ക് ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാ ഡോക്ടർ കൊടുത്ത മരുന്ന് അവൾക്ക് ഏറ്റില്ലെന്നാണോ? അതെ, പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിക്കേണ്ടതല്ല. പക്ഷെ ഇപ്പൊ സംഭവിച്ചല്ലോ. അത് എന്തുകൊണ്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത്രയ്ക്ക് സ്ട്രോങ് മെഡിസിനാ ഞാൻ കൊടുത്തേ. അതിലും സ്ട്രോങ് ആയിരിക്കും അവളുടെ ഗർഭം. അല്ല പിന്നെ എന്തോന്ന്, നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് കൊടുത്താലോ? വല്ല എലോൺ കേവിയോ മറ്റോ. താനൊന്ന് അടങ്ങൂടോ. ഞാൻ എങ്ങനെ അടങ്ങും ചായ, എങ്ങനെ അടങ്ങും? അത്രയും വലിയ ഷോക്ക് ന്യൂസാ കേട്ടത്. എന്നാലും എന്താ സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ഒരു പ്രയോജനവും ഇല്ല. ഇതിലും വീര്യം കൂടിയ മരുന്ന് മെഡിക്കൽ സയൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനി ശരിക്കും പെണ്ണ് ഗർഭമുണ്ടോ? അല്ല, ഏത് അഭ്യാസിക്കും ഒരു കയ്യബദ്ധം പറ്റുമെന്നില്ലയോ? ഇനി ഡോക്ടർ എങ്ങാനും. ഏയ് ഇല്ല, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഞാന് കഴിഞ്ഞ ദിവസം അവളെ കാണുമ്പോ ആ പെണ്ണ് 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു.